ആദർശ് വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആകുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പത്തരം മാറ്റിലാണെങ്കിൽ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശനെ വിളിക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ നയനയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് ആദർശിനെ ഒന്ന് കാണണം, നീ ആദർശിനെയും കൊണ്ട് നമ്മുടെ കുടുംബ ക്ഷേത്രത്തിലേക്ക് വരണമെന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. എന്താ മുത്തശ്ശ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞത് പ്രകാരം നയനയാണെങ്കിൽ ആദർശിനെയും കൊണ്ട് കുടുംബക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശൻ മുത്തശ്ശൻ വിളിച്ചിട്ടാണ് പോകുന്നതെന്നൊന്നും നമ്മുടെ നയന ആദർശിനെ അറിയിക്കുന്നില്ല. കുറച്ച് ആവശ്യമുണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ വരണം, നമുക്കൊന്ന് അമ്പലം വരെ പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത്. അവിടെ എത്തുമ്പോൾ മുത്തശ്ശനെ കണ്ടതും നമ്മുടെ ആദർശാണെങ്കിൽ മുത്തശ്ശൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയം എന്താ നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ആദ്യം തന്നെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിലും പിന്നീടാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ, നീ വിജയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, നിൻ്റെ ഈഗോയെ ഉണർത്താൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. നീ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കമ്പനിക്കൊരു ഉയർച്ചയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, നിൻ്റെ പുറകിൽ പല ദുഷ്ടശക്തികളുണ്ട്, ശത്രുക്കളുണ്ടെന്ന്. നീ അത് കേൾക്കാതെ നീ നിൻ്റെ ഇഷ്ടത്തിന് നീങ്ങി. അതുകൊണ്ട് നീ നിൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അധികം വൈകാതെ തന്നെ നിങ്ങൾ വീട്ടിലേക്ക്, നമ്മുടെ അനന്തപുരി തറവാട്ടിലേക്ക് തിരികെ വരണം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മുത്തശ്ശൻ വേറൊരു കാര്യവും കൂടി പറയുന്നുണ്ട്. അതായത് നീ MD കസേരയിൽ ഇരിക്കുന്നത് കാണാനാണ് എനിക്കേറെ ആഗ്രഹം. അതായത് നീ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു പൂജയും കാര്യങ്ങളൊക്കെ നടക്കും. അതിനുശേഷം നമുക്ക് ഒരു വഴിപാട് നടത്തിയതിന് ശേഷം നീ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയി ചുമതല ഏൽക്കണമെന്ന് പറയുന്നു. അത് കേട്ട ആദർശിന് സന്തോഷമാവുന്നുണ്ടെങ്കിലും അനിയില്ലേ മുത്തശ്ശ, അവൻ പോരെ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും, കാണാൻ സാധിക്കും. അനി നിന്നെയാക്കണമെന്ന് പറഞ്ഞാണ് നടക്കുന്നത് എന്ന് മുത്തശ്ശൻ അറിയിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ആദർശവും നയനയും മുത്തശ്ശൻ്റെ കൂടെ അനന്തപുരി തറവാട്ടിലേക്ക് പോകുന്നു. അത് നമ്മുടെ ജാനകിക്ക് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല. തൻ്റെ മകൻ ആണ് ഈ കമ്പനിയെ ഉയർത്തിയത് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ജാനകി. അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെയൊരു കുറ്റകൃത്യം, ഇങ്ങനെയൊരു ഈ കാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാനകിക്ക് നല്ല രീതിയിൽ തന്നെ വിഷമാവുന്നുണ്ട്. ഇതിനിടയിൽ അനിക്കാണെങ്കിൽ സന്തോഷമാവാണ്. താൻ ഈ ഉത്തരവാദിത്തമൊക്കെ ഏട്ടന് കൈമാറിയാൽ നന്ദുവിൻ്റെ കൂടെ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ അനി ഇത് ആദർശിനെ ഏൽപ്പിക്കുന്നത്. പിന്നെ ആദർശിൻ്റെ കീഴിൽ നിൽക്കാനാണ് അനിക്ക് ആഗ്രഹവും. അങ്ങനെ അവന്തികയും അച്ഛനുമാണ് ഇതിൽ പെട്ടുപോകുന്നത്. അവർ മുത്തശ്ശനും അനിയുമായിട്ടുള്ള, അതായത് അനിയെ MD സ്ഥാനത്തു നിന്ന് മുത്തശ്ശൻ മാറ്റില്ല, ആദർശിനെ വരില്ല എന്നൊക്കെ വിചാരിച്ച് അവന്തിക അനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനി അവന്തികയ്ക്ക് നല്ല അടി കിട്ടുമെന്നുള്ളത് തീർച്ച തന്നെയാണ് കേട്ടോ. എന്തായാലും ആദർശ് വീണ്ടും MD ആയി ചുമതല ഏൽക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ.